എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളിത് ആ ഒരു ട്രിപ്പിന് പോവുകയാണ്. എവിടേക്കാണത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം. ഞങ്ങളുടെ കോസ്റ്റ്യൂം കാണിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ഇടുന്നത് ഞങ്ങളുടെ മാച്ചിങ്. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടൂസ്. മമ്മി അവള് ചൂസ് ചെയ്താണ് കേട്ടോ. അത് റോങ്കുട്ടൻ്റെ മൈൻഡ് ക്രാഫ്റ്റ് ആണ്. റോങ്കുട്ടി സൺഗ്ലാസ് എങ്ങനെയുണ്ട് ഗൈസ്? കമന്റ് ബിലോ. വിജയ ഓ ചുള്ളനായിട്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ സ്റ്റൈല് പുള്ളി ഒന്ന് പരീക്ഷിച്ചതാണ്. എന്റെ അടുക്കളേ നിങ്ങളുടെ ഒക്കെ കാണിച്ച് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബിലോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ യാത്രയാവുകയാണ്. ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് ചായ? ജാസ്പർ. എഗെയിൻ ജാസ്പർ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് വട്ടാണോന്ന്? അല്ല, ഞങ്ങൾക്ക് വട്ടല്ല. ഞങ്ങള് വിന്റർ ഇൻ ജാസ്പർ കണ്ടു. അപ്പൊ ഇനി സമ്മർ ഇൻ ജാസ്പർ എങ്ങനെയാണെന്ന് കാണണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞങ്ങൾ ഒരിക്കൽ പോയതാണ്, പക്ഷെ അപ്പയും അമ്മയും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അപ്പയും അമ്മയും ചിക്കും സമ്മറിൽ പോയിട്ടില്ല. അപ്പൊ അവൾക്ക് വാട്ടർഫോൾസ് ഒന്നും അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്ന് സമ്മറിൽ വീണ്ടും അവിടേക്ക് തന്നെ ഒരു ട്രിപ്പ് പോകാമെന്ന്. വേറെ ട്രിപ്പുകൾ പോകും. പിന്നെ ഞങ്ങള് ചെറിയൊരു ട്രിപ്പ് ആയതുകൊണ്ടും ഒരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു ജാസ്പർ ആയിരിക്കും ബെറ്റർ എന്ന്. കാരണം വേറെ സ്ഥലങ്ങളൊന്നും നമ്മൾ പോവാത്തത് കൊണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ മിനിമം 2 days വേണമല്ലോ എല്ലാം കാണാൻ. അപ്പൊ അതുകൊണ്ട് പിരമിഡ് ലേക്കിൽ പോയിട്ടില്ല. അപ്പൊ അവിടുത്തെ ഒരു ബോട്ടിങ്ങും സൗകര്യങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ ബോട്ടിംഗ് പോയിട്ടില്ല. കാരണം പിള്ളേര് ചെറുതായതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും പിള്ളേരെ അവർ മാറ്റി നിർത്തും. അപ്പൊ നമുക്ക് പിള്ളേരെ മാറ്റി നിർത്തിയിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പിള്ളേരൊന്ന് ഏജ്ഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. അപ്പൊ അവിടെ നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ അങ്ങോട്ട് പോവാമെന്ന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അപ്പേനെയും അമ്മേനെയും ചിക്കുനെ അവിടെ പോയി പിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് പിള്ളേരിന്ന് ഏറ്റവും ബാക്കിലിരിക്കുന്നത്. പിള്ളേരെ കാണാൻ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവരെ നോക്കട്ടെ. അവര് ഏറ്റവും ബാക്കിലാണ്. അവർ മിക്കവാറും ചീത്ത പറയും കേട്ടോ. കാരണം നമ്മൾ 5:30 ഇവിടുന്ന് പോണോന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ 6:45. ഓഫ് കോഴ്സ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങൾ ഇങ്ങനെയാണ്. വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എടുക്കാം. അപ്പയ്ക്ക് ഡ്രൈവിംഗ് സീറ്റ് കൈമാറിയിരിക്കുന്ന റോഹിത്. കാരണം അപ്പയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ എന്താണ് ചായ. ഞാനൊരു വ്ളോഗ് എടുക്കുമ്പോഴാണ് കിടന്ന് കലവര ഒച്ച വെച്ചോണ്ടിരിക്കുന്ന കുഞ്ഞു പിള്ളേരെ പോലെ. സ്വീറ്റ് ഗേൾ ഒരു ഹായ് പറഞ്ഞ സ്വീറ്റ് ഗേളെ. ഇല്ലെങ്കിൽ ആൾക്കാർ ഇപ്പൊ തെറ്റിദ്ധരിച്ചാൽ അമ്മയാണ് ആ സ്വീറ്റ് ഗേൾ എന്ന് വിചാരിച്ചത്. എന്റെ പൊന്നോ. ഞങ്ങളൊരു ബ്രേക്ക് ഒക്കെ എടുത്തു. അപ്പൊ ഡ്രൈവിംഗ് എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ 1 മണിക്കൂർ ഡ്രൈവ്. എന്റെ അപ്പ ചുള്ളനായിട്ടല്ലേ ഇന്ന് വന്നേക്കണേക്ക്. അപ്പൊ ഞങ്ങൾ 1 മണിക്കൂർ കഴിച്ചിട്ട് ബ്രേക്ക് എടുത്ത് പിള്ളേർക്ക് വിശന്നത് കൊണ്ട്. ഇനി അങ്ങോട്ട് ആരാ ഓടിക്കണേ? ഞാനാണോ? ചുമ്മാ ചിക്കുനെ എന്നെ ഫ്രണ്ടിട്ട് വിടാൻ ഭയങ്കര ഇതാ. കാരണം ഞാൻ ഇരിക്കുന്ന സൈഡിലാണ് മാനിനെ കണ്ടു വലിയ പുഴകളൊക്കെ കാണുന്നത്. അതുകൊണ്ട് ചിക്കു പറയണത് എൻ്റെ സ്പോട്ടാണ് ഏറ്റവും നല്ല സ്പോട്ട് ഇരിക്കാൻ. അതുകൊണ്ട് ചിക്കുവിന് എൻ്റെ സ്പോട്ട് വേണമെന്ന്. അപ്പൊ എൻ്റെ മോൻ പറഞ്ഞു അമ്മ ഡോണ്ട് കം ഔട്ട്. ആനി തട്ടിയെടുക്കും നമ്മുടെ സീറ്റ്. തട്ടിയെടുക്കോടി. തരൂല. ഈ സീറ്റുകളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നാളെ എൻ്റെ മുത്തിന്റെ ബർത്ത്ഡേ. എല്ലാവരും ഒരു വിഷ് കൊടുക്കണം കേട്ടോ. കാര്യം ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുള്ളൂവെങ്കിലും ബർത്ത്ഡേ പാടി ആ തുടുപ്പ് നോക്കി. തുടുപ്പ് ആഴ്ചാന്റെ ടേണക്കാ പാടിക്കോ. ഞങ്ങളുടെ കൂടെ എവിടെയാണ് സിനിമ പാട്ടാ? സിനിമയിലൊക്കെ ഉണ്ട്. കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കടഞ്ഞിടും. കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? അയ്യോ കുഞ്ഞു പാടല്ലേ. അയ്യേ കാക്കേ പറ്റിച്ചേ. പാപ്പാ അപ്പയ്ക്ക് അമ്മയ്ക്കും പാ വേഗം പഠിക്കും. പാപ്പാ പറ്റിച്ചോടെ പാ. ശരി, നിങ്ങൾ എവിടെ പാടി തീർക്കണം? അന്നേരം അതിന്റെ അറ്റത്താണോ? അതിന്റെ അറ്റത്ത് അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. പഞ്ചതന്ത്രം കഥയിലെ പാടപ്പേ പഞ്ചവർണ്ണ കുടിലിലെ
പാട്. ഇതാണ് ഗൈസ് നമ്മൾ അന്ന് പറഞ്ഞ നടക്കുന്ന പുഴ. ഇങ്ങേ അറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നത് ഈ ലേക്കിൽ കൂടെ ആയിരുന്നു. പക്ഷെ നമ്മള് സമയം വൈകിയത് കൊണ്ടും നമ്മൾക്ക് നടക്കാൻ ഈ വെള്ളം ഭയങ്കര തണുപ്പായതുകൊണ്ടും നമ്മൾ ചെയ്യുന്നില്ല. സീ ഗൈസ്, ഗ്രീൻ വാട്ടർ ലുക്സ് ലൈക്ക് ഗ്രീൻ വാട്ടർ. പച്ച വെള്ളം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും പച്ച കളറിലുള്ള വെള്ളം ജാസ്പറിലാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഈ വഴിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിരമിഡ് ലേക്കിലൊക്കെ ഉള്ള വഴിയാണ്. ഇത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയായിട്ട് കല്ലൊക്കെ സൈഡ് അന്നൊക്കെ ഫ്രോസൺ ആയിട്ടിരുന്ന സ്ഥലമാണ് ഗൈസ്. ഇപ്പതേ വെള്ളമായിട്ട് പോകുന്നു. കഴുതിയായിരുന്നു. മെയിൽ വെർഷൻ ഓഫ് ദ മാൻ, റൈറ്റ്? No, the male version. മെയിൽ വെർഷൻ ഓഫ് മാൻ ആരാ? ആ ഗ്ലാസ് മെയിൽ വെർഷൻ ആണ് ഹോൺ ഉള്ളത്. മെയിൽ വെർഷൻ ഓഫ് ദ മാൻ ഹാസ് ഹോൺ. ഫീമെയിൽ വെർഷൻ ഓഫ് ദ മാൻ ഹാസ് നോ ഹോൺസ്. അല്ലേ? റോണും വയറും ചിക്കൂസും വന്ന് സ്കേറ്റിംഗ് ചെയ്ത ഐസ് സ്കേറ്റിങ്ങിന്റെ സ്ഥലത്ത് ദാ ഇപ്പോൾ വെള്ളവും ബോട്ടും ഒക്കെ അടിപൊളി. നമ്മൾ ആ പിരമിഡ് ലേക്കിലേക്ക് വന്നേക്കാണ്. അന്ന് നമ്മൾ വന്നപ്പോൾ എല്ലാം ഫ്രോസൺ ആയിട്ടിരിക്കുന്നു. ഐസിന്റെ വെളിയിലായിരുന്നു നമ്മൾ ജമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇന്നിപ്പോൾ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോവാണ്. അല്ലേ ചായ? ഞങ്ങൾ അവൾ സെറ്റാണ്. റോയ്സിനും അപ്പയും മാത്രം വെള്ളത്തിൽ കളിക്കണില്ല എന്ന് പറഞ്ഞത്. കാരണം അവർ വെള്ളം കണ്ട് മടുത്ത് കിടക്കുവാന്ന് പറഞ്ഞത്. ഞങ്ങൾ പക്ഷെ അങ്ങനെ മടുത്ത് കിടക്കണവരല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാം. ഞാൻ വെള്ളത്തിലൊക്കെ ഒത്തിരി ഇവിടെ ചാടണ ഇൻ ദ സെൻസ് ഉടുപ്പൊന്നും എനിക്കില്ല. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അത് ശരിക്കും ഇവിടെ ഈ കപ്പിൾസ് ഒക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോഷൂട്ട്. കാനഡയിലെ ജാസ്പറിൽ ഒട്ടുമിക്ക എല്ലാവരും പോകുമെങ്കിലും അധികം മലയാളികൾക്കും അറിയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ പിരമിഡ് ലേക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെറൈറ്റി പ്ലേസസ് നോക്കുന്ന കൂട്ടത്തിൽ കണ്ടുപിടിച്ചതാണ് ഈ പിരമിഡ് ലേക്ക്. നമ്മൾ അന്ന് വിൻ്ററിൻ്റെ ടൈമിൽ വന്നപ്പം ഇത് മുഴുവൻ ഫ്രോസൺ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് സമ്മറിലും ഇതൊന്ന് വന്ന് കാണണമെന്ന്. ഈ ബ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ അതിമനോഹരമായിട്ടാണ് ഗൂഗിളിൽ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നതാണ് കേട്ടോ. പക്ഷെ ഭാഗ്യവശാൽ ഈ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു മാരേജും കൂടി കാണാൻ പറ്റി. കാനഡയിലെ മാരേജ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അവിടെ വെച്ചാണ് കേട്ടോ കണ്ടത്. പക്ഷെ വളരെ സിമ്പിളായിട്ടാണെന്നും പറയാം. അവർ ഫോട്ടോഷൂട്ടിന് പോയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അവിടെ കാര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിഞ്ഞ് നടന്നു കാടിൻ്റെ ഉള്ളിൽ കൂടെ. നല്ല രസമായിരുന്നു കേട്ടോ. അന്ന് വിൻ്ററിൽ വന്നപ്പോൾ നമുക്ക് ഈ ഏരിയ ഒക്കെ മിസ്സായി. മഞ്ഞ് കിടക്കുന്നത് കൊണ്ടും തണുപ്പായിരുന്നത് കൊണ്ടും നമ്മൾ ആ ഫ്രോസൺ ഐസിൽ മാത്രമേ പോയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേർണി നമുക്ക് പുതുമയായിരുന്നു കേട്ടോ. നമ്മളിത് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി നേരെ വെള്ളത്തിലേക്കാണ് പോയത്. വെള്ളം കണ്ട വഴിയെ ഞാൻ ബാക്കിയെല്ലാം മറന്നുപോയി കേട്ടോ. നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അവിടെ ഒരു ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഏതാണ്ട് ഒരു 1 hour 2 hourന്റെ അടുത്ത് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. So cold? Yeah, it is very cold. Weird. I'm like, what a scaredy cat. I'm going in for it. എന്റെ അമ്മേ നല്ല തണുത്തുള്ള വാ ചിക്കുവാ ചിക്കുവാണ് മരയൊക്കെ അവൾക്കുണ്ടല്ലോ ഇവൾക്ക് പാട്ട് തടയുന്നുള്ള പേടിയാണ്. സീരിയസ്ലി ഇറ്റ്സ് വെരി കോൾഡ്. അമ്മയ്ക്ക് തണുക്കണില്ലേ? അച്ഛനോട് കഴിഞ്ഞ അങ്ങനെ വരില്ല. അയ്യോ തണുക്കുന്നപ്പോ തിന്നോ എടി? വേറെ വല്ലവരും വിചാരിക്കും വേറെ വല്ലതും. കേട്ടോ അമ്മ? എന്ത് വാഷ് ചെയ്യാട്ടമ്മ. അല്ലേ ചായ?
യുവമിഥുനം. എന്നത്തെ കാലത്ത് 10 വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോഴും ഞങ്ങൾ യുവാക്കൾ തന്നെ. സീമാഗി, അതെ സീമാഗി. യുവത്വം തുളുമ്പുന്ന ഷർട്ടും ജീൻസും ഇട്ട് ഇറങ്ങിയേക്കുക. അല്ല പാൻറ്റും. ആളെ പറ്റിക്കാൻ നാളെ കിളവനാവും. ഒരു വയസ്സ് കൂടി കിളവനാവും. ഓ ഞാനും വന്ന് കൊടുത്തേ. അടിപൊളി. എന്താണ്? I feel like there's water here. അയ്യോ കാല് വയ്ക്കും മുഴുവൻ ചെളി പിടിച്ചിരിക്കണേ. My legs are. നമുക്ക് തുഴയാൻ പോലും പറ്റുന്നില്ല. ഇറങ്ങമ്മേ. അപ്പൊ അവിടെ സണ്ണി ഉണ്ടായില്ലേ? അല്ല കുഞ്ഞു ആരും അപ്പിക്കരും മതി. അങ്ങനെ പിരമിഡ് ലേക്കിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ ഞങ്ങൾ പോയത് അതബാസ്ക ഫോൾസിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിക്കാണിതാ ഈ ഒരു സാധനത്തിന് കണ്ടത്. ഇത് എൽക്കാണോ മൂസാണോ അതല്ലെങ്കിൽ റെയിൻഡിയർ ആണോ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അതബാസ്ക ഫോൾസിലേക്ക് എത്തിയിരിക്കുന്നു. വെറുതെ പുഴയുടെ ഒഴുകി വന്നിട്ട് മലയുടെ താഴേക്ക് ചാടുന്നു. അന്ന് നമ്മൾ വന്നപ്പോൾ ഫ്രോസൺ ആയിട്ട് കിടന്ന അതബാസ്ക ഫോൾസ് ഇപ്പോൾ ഫോൾസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ. I'm gonna throw this big dog. ഇപ്രാവശ്യമാണ് ശരിക്കും ഇതായത്. മറ്റേ ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന വാട്ടറായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഇതിന്റെ അനക്കം എത്രയുണ്ട്, എത്ര ഫോഴ്സ് ആണെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. ഈ ഒരു ഇടവഴിയും അധികം മലയാളികൾ പറഞ്ഞു കേൾക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതബാസ്ക ഫാൾസ് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾക്ക് ഈ ഒരു ഇടവഴിയുണ്ട്. ആ സ്റ്റെപ്സ് ഇറങ്ങി പോകുമ്പോൾ വരുന്നൊരു വ്യൂ എന്ന് പറയുന്നത് അസാധ്യ വ്യൂ ആണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഓ സീ കുഞ്ഞു ഒരു മറ്റേ സാധനം ഇറക്കണം. smile. Papa, take a picture of the sunfly. Show me one more time. Sunfly. I saw some more like this. Okay. That's. കുഞ്ഞാ പിടിച്ചു. കുഞ്ഞോ കുഞ്ഞിടി. അത് അവര് അതിന്റെ ആൾക്കാരാടാ. മതി വ്യൂസ് ഒക്കെ കണ്ടത്. ഇനി കുറച്ചു നേരം ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കാണണേ. വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, എല്ലാവരും അഭിപ്രായം പറയണം. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഫോട്ടോഷൂട്ടുകൾ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോഗ്രാഫീസ്,
എന്നൊക്കെ ഉള്ളത് അഭിപ്രായം പറയുക. കമൻറ്റ് ഞാൻ വായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും വലുത്. ഒടിഞ്ഞെങ്ങാനും പോയാൽ തീർന്നു. We got it! Yay! I'm not allowed to do. വീഡിയോയില് ലൈവ് പോകണ്ട കേട്ടോ. എന്നെയും കൂടി വിഴിക്കുന്നാ. അങ്ങോട്ട് പോവാ. അങ്ങോട്ട് ഇത്ര ധൈര്യശാലിയാണെങ്കിൽ ആ അപ്പനെ എന്താ 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 Let's go for We'll go together. ഞാൻ പിടിക്കാം. വാ. അമ്മ ഓടുന്നു. ഓടി ഓടി. അപ്പച്ചനെ പിടിച്ചോ, അപ്പച്ചനെ പിടിച്ചോ. അങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വീഡിയോ. ഓടി ഓടി ഓടിയോ. scaredy cat. ചുമ്മാ ഇങ്ങനെ സ്പീഡിൽ നടക്കാതെ. ഞാൻ വേട്ടെ കമാ. മരങ്ങൾക്കിടയിലൂടെ അപ്പൊ സെൽഫി എടുക്കുന്നതാട്ടോ. സെൽഫി വീഡിയോ. അപ്പോൾ ജാസ്പറിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചതാ ഹിൻഡണിലേക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്ന വഴിക്ക് നമ്മുടെ ഗ്രീൻ വാട്ടർ വീണ്ടും കണ്ടു. ആ ഗ്രീൻ വാട്ടറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന ഒരു വീഡിയോയോ സ്ലോ മോഷനോ ഒക്കെ ആവാമെന്ന്. അങ്ങനെ ചെറിയൊരു ഫോട്ടോഷൂട്ടും സ്ലോ മോഷനും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സ്ലോ മോഷൻ ഇടുമ്പോൾ വീഡിയോ ഇനിയും ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് മാത്രം നോർമൽ വാക്കിംഗ് ആവാമെന്ന് വിചാരിച്ചതാ ഗ്രീൻ വാട്ടറിൽ കൂടി അങ്ങനെ നടക്കുന്നു. അടിപൊളി സ്ഥലമല്ലേ ഗൈസ്. ഞാൻ ഗ്രീൻ വാട്ടർ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെ പേരും ഗ്രീൻ വാട്ടർ എന്ന് തന്നെയാണ്. ശരിക്കും ഒരു പച്ച കളർ. ഇത് എന്തുകൊണ്ടാണ് പച്ച കളർ ആയതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എനിവേസ് ആ ഒരു ബ്യൂട്ടിയും സീനറിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഹോളിഡേ ഇൻ മാറ്റി ക്വാളിറ്റി ഇൻ ആക്കി. എങ്ങനെയുണ്ട് എല്ലായിടത്തെയും സ്റ്റേ എന്ന് നമുക്ക് അറിയണമല്ലോ. എല്ലായിടവും നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. അതുകൊണ്ട് നമ്മളിതാ ക്വാളിറ്റി ഇന്നിലേക്ക് എത്തുകയാണ്. അങ്ങനെ ക്വാളിറ്റി ഇന്നിലെ റൂം വലിയ തരക്കേടില്ല കേട്ടോ. വലിയ തെറ്റൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ലതാണ്. അപ്പയ്ക്ക് അങ്ങനെ റൂമിൻ്റെ കീയൊക്കെ നമ്മൾ കൈമാറി. അപ്പയ്ക്ക് ഡോറൊക്കെ തുറന്നു കൊടുത്തു. അപ്പയും അമ്മയും ചിക്കുനെയും സേഫായിട്ട് ആ റൂമിലേക്ക് നമ്മൾ കയറ്റിയതിന് ശേഷം നമ്മളും നമ്മുടെ റൂമിലേക്ക് പോയി. ഞങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്തു കേട്ടോ അപ്പയുടെ അമ്മയുടെ മുറി എങ്ങനെയുണ്ടെന്ന്. അത് തന്നെയാണോ ഞങ്ങളുടെ മുറി എന്നും ഞങ്ങൾക്കറിയണമല്ലോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മാറ്റി പറയണമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെല്ലാം ചെക്ക് ചെയ്തപ്പം രണ്ടും സെയിം മുറിയാണ് ഗൈസ്. ഒരു മാറ്റവും ഇല്ല. കിടക്ക് വിരി പോലും സെയിം പോലെ നമുക്ക് തോന്നി. അതുപോലെ സെയിം ആയിരുന്നു എല്ലാം. എന്തായാലും ഒരു വാഷ്റൂമും 2 ക്വീൻ ബെഡും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ കെറ്റില്, ടോസ്റ്റർ, അതേപോലെ ഫ്രിഡ്ജ്, ഒരു മിനി ഫ്രിഡ്ജ്, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ക്ലെൻലിനെസ്സിനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നിയത് ഹോളിഡേ ഇൻ തന്നെയായിരിക്കും. അതിൻ്റെ മെയിൻ കാരണം ഈ പൂളാണ് കേട്ടോ. നമുക്ക് ഹോട്ട് ടബ് അവിടെ വർക്കിംഗ് ആയിരുന്നില്ല. എന്തോ മെയിൻ്റനൻസ് പ്രോബ്ലം ആയിരുന്നു. പിന്നെ നമ്മുടെ പൂളെന്ന് പറയുന്നതാണെങ്കിലും ഇത്തിരി തിക്ക് വാട്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. എന്നാലും എൻജോയ്മെൻറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ പൂള് വിട്ട് കളഞ്ഞില്ല. നമ്മൾ പൂളിലേക്ക് എടുത്ത് ചാടി. ആദ്യമൊക്കെ റോങ്കുട്ടിനും മയറൂട്ടിയും കുറച്ചൊന്ന് ഭയം തോന്നി കേട്ടോ അവർക്ക് ഇറങ്ങാനായിട്ട്. കാരണം ലൈഫ് ജാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കിടെ കാല് കുത്തുന്നില്ലല്ലോ നിലത്ത്. അതുകൊണ്ട് പക്ഷെ ഞാനൊന്ന് പിടിച്ച് രണ്ടുപേർക്കും ആ ഒരു എൻകറേജ്മെൻ്റൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കുഞ്ഞു പുഷൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും ഓക്കെ ആയി. അവരും നീന്താൻ പഠിച്ചു കേട്ടോ. ലൈഫ് ജാക്കറ്റിൻ്റെ സഹായത്തോടെയാണല്ലോ ഓഫ് കോഴ്സ് പിള്ളേർ നീന്താൻ പഠിക്കുക. അപ്പോൾ അങ്ങനെ ഫൈനലി അവരും പഠിച്ചു. അപ്പ മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. പക്ഷേ അപ്പ സൈഡിൽ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും നീന്തുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തരുമായിരുന്നു. സ്വിമ്മിങ് ലെസൺസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രീ ലെസൺസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രാവശ്യം. അതിൽ ഞാൻ മുങ്ങാങ്കുഴി ഇടുന്ന കണ്ടിട്ടാവാം പാവം അപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയല്ല, തല പൊക്കി വെച്ച് നീന്ത്, അപ്പോൾ കാലിങ്ങനെ ചെയ്യണം, കൈ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഒരിക്കലും വെള്ളത്തിന് മേളിൽ വരരുത്, അങ്ങനെയുള്ള കുറച്ച് സ്വിമ്മിങ് ലെസൺസൊക്കെ എനിക്ക് തന്നു അപ്പ. ഞങ്ങളുടെ നാട്ടിലെ വീടിൻ്റെ ബാക്കിൽ കൂടെ തോടും പുഴയും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പയ്ക്ക് വെള്ളം നീന്തുക ഇതൊക്കെ എന്താ പറയുക, പുഷ്പം പറിക്കുന്ന ലാഘവം എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. എനിക്കൊക്കെ പക്ഷെ നീന്താനൊക്കെ പേടിയായിരുന്നു കേട്ടോ. വെള്ളം ഞങ്ങൾ പുഴയിലും തോട്ടിലൊക്കെ
ഒക്കെ കളിക്കുന്ന ഒരാളായിരുന്നെങ്കിലും വെള്ളം കണ്ട് മടുത്ത് കിടക്കുന്ന ഒരാളാണെങ്കിലും നീന്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുങ്ങാങ്കുഴി ഇടുക എന്ന് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇതാ കുഞ്ഞിപ്പെണ്ണൊക്കെ ഭയങ്കര എനർജറ്റിക്കോട് കൂടിയാണ് ജമ്പ് ചെയ്തൊക്കെ വെള്ളത്തിലേക്ക് ചാടി നീന്തുന്നത്. റോണും നന്നായിട്ട് നീന്തി പഠിച്ചു കേട്ടോ. ഇതിനകത്ത് നീന്തൽ പഠിക്കാത്ത ഒരേ ഒരു വ്യക്തി എൻ്റെ അനിയത്തിയായിരിക്കും. പാവം, അവളെ ആരും ശ്രദ്ധിക്കാതെ പോകരുത്. അവൾ ഒരറ്റത്ത് നിന്ന് ഒളിച്ച് നിന്നൊക്കെ നീന്തൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഫൈനലി റോയിച്ചനെയും നമ്മൾ താഴേക്ക് ഇറക്കി. റോയിച്ചൻ ഇങ്ങനെ ഇറങ്ങാണ്ട് വെള്ളത്തിൽ കാല് മാത്രം ഇട്ടടിച്ച് അവിടെ സൈഡിലിരുന്ന റോയിച്ചനെ ഞങ്ങൾ പുഷ് ചെയ്ത് താഴേക്ക് ഇറക്കി. അങ്ങനെ എന്തായാലും റോയിച്ചനും നീന്തി മടുത്തു കേട്ടോ. വെള്ളം നമുക്കൊരു ഹരമാണ് എന്നൊക്കെ പറഞ്ഞാലും അത് പൂളിൽ മാത്രം. ലേക്കിലൊന്നും പോയി നമ്മളങ്ങനെ ഹരത്തോടു കൂടി എടുത്ത് ചാടില്ല, പേടിയാണ്. ലേക്കിൽ മറ്റേ തന്നെ ടൊർണേഡോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ല പേടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂളിലുള്ള കളികളൊക്കെ ഉള്ളൂ. അമ്മയും നന്നായി നീന്തി ഗൈസ്. അമ്മയ്ക്കൊക്കെ ഇത്രയും നീന്തൽ അറിയാമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. അമ്മയുടെയൊക്കെ കൂടെ വെള്ളത്തിൽ തോട്ടിൽ പോലും പോയൊരു ഓർമ്മ എനിക്കില്ല. എങ്കിൽ പോലും നീന്തി ഇതൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു ദിവസം ഫാമിലിയോടൊപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ചിക്കുവിനെ ആരും കാണാതെ പോകരുത് വീണ്ടും വീണ്ടും പറയുന്നു. പൂളിലെ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാളിറ്റി ഇന്നിൻ്റെ ഫ്രണ്ടിൽ ഒരു തന്തൂരി കോണയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായി. നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അവിടെ പോയി ഡിന്നർ ഓർഡർ ചെയ്തു. 1 മണിക്കൂറിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അടിപൊളി ഫുഡായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ആരും ഇതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇനി മുതൽ ജാസ്പറിൽ പോകുന്ന വഴിക്ക് ഹിൻഡണിൽ സ്റ്റോപ്പ് ബൈ ചെയ്യുക. അവിടുത്തെ ടൗൺ ഏരിയയിൽ തന്നെയാണ് ഈ തന്തൂരി കോണയുടെ റെസ്റ്റോറൻറ്റ്. എല്ലാവരും അവിടെ നിന്ന് ഫുഡ് ട്രൈ ചെയ്യണം കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. അവിടുത്തെ നാനും ബട്ടർ ചിക്കനും എന്ത് വന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക, അത്ര ടേസ്റ്റിയാണ്. ഡോണ്ട് മിസ് ഇറ്റ്, അത്ര പറയാനുള്ളൂ. അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റു. അതാണ് കേട്ടോ തന്തൂരി കോണ ഞാൻ പറഞ്ഞത്. ഭയങ്കര നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ക്വാളിറ്റി ഇനിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് ബീവർ ബ്രോഡ് വാക്ക് എന്ന സ്ഥലത്തേക്കാണ്. ആരും പറഞ്ഞു കേട്ടിട്ടേ ഇല്ല ഇതുവരെ. ഹിൻഡൺ സാധാരണ മലയാളികൾ എല്ലാവരും താമസിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ജാസ്പറിൽ പോയിട്ട് തിരിച്ച് ഹിൻഡണിൽ വന്ന് സ്റ്റേ ചെയ്യും. കാരണം ജാസ്പറിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചില സമയത്ത് നമുക്ക് അവൈലബിൾ റൂംസ് പോലും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഹിൻഡണിൽ വന്ന് സ്റ്റേ ചെയ്തിട്ടാണ് എല്ലാവരും വേറെയുള്ള സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് പോവാറ്, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാറ്. അപ്പോൾ ആരും ഹിൻഡൺ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾക്കറിയാവുന്ന മലയാളികളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഹിൻഡൺ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മളിതാ നെറ്റിൽ അടിച്ചു നോക്കിയപ്പം ആദ്യം തന്നെ കണ്ടതാണ് കേട്ടോ ഈ ബീവർ ബ്രോഡ് വാക്ക് എന്നൊരു സ്പേസ്. ഇത് പോയില്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു നഷ്ടബോധം നമുക്ക് ഫീൽ ചെയ്തേനെ. ഇത് ശരിക്കും ഒരു വെറ്റ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതലൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ലെങ്കിലും എൻ്റെ അനിയത്തിക്ക് ഇതിൻ്റെ കഥകളെല്ലാം അറിയാം. അവളെ ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഈ കഥകളൊന്നും പറഞ്ഞു തരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. പക്ഷേ എങ്കിൽ പോലും ബീവേഴ്സാണ് കേട്ടോ ഇവിടുത്തെ ഈ മതിലുകളെല്ലാം കിട്ടുന്നത്. ഈ പാതയല്ല, ബ്രിഡ്ജ് നമ്മൾ ആക്ച്വലി ഇതൊരു വലിയ സ്പേസ് ആണ്, ഏക്കർ കണക്കിന്. അപ്പം പണ്ട് ഗവൺമെൻറ് ഇത് കെട്ടുന്ന സമയത്ത് എല്ലായിടത്തെ കൂടി നടക്കാൻ പാകത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനൊക്കെ ഇട്ടിട്ടാണ് ഈ ബ്രിഡ്ജ് കെട്ടിയത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇവിടെ ആരും നോക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണേണ്ട സ്ഥലമോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ഫ്രീ സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീ നേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പൊളഞ്ഞു പോയതിന് ശേഷം ഇത് ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിൽ നിന്ന് വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരിത് വീണ്ടും പണിത് വെക്കുന്നൊന്നുമില്ല. പൊട്ടിപ്പോകുന്നു അത്രയേ ഉള്ളൂ. പക്ഷെ അവരുടെ ഡേഞ്ചർ എന്നും പറഞ്ഞ് എഴുതി വെക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ 2-3 വഴികളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാടിൻ്റെ ഇടയിലൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കാടിൻ്റെ ഇടയിലൂടെ നടന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു നേച്ചർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ എവിടെയും പോകാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം ഞാൻ കാണാത്തത്. ഈവൻ നമ്മുടെ നാട്ടിൽ പോലും ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിപ്പ് പോകുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര പുതുമയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ നേച്ചർ വാക്കൊക്കെ. അതുപോലെ എനിക്കും ചിക്കുവിനും അമ്മയ്ക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് സ്ഥലങ്ങളൊക്കെ കണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന വഴിക്ക് നമ്മൾ അവിടെ ഒരു കൂടാരം കണ്ടു. ആ കൂടാരത്തിന് മുൻപിൽ ഏതോ ഒരു കുഞ്ഞു കൊണ്ട് വെച്ചതാണെന്ന് തോന്നുന്നു, ഒരു ഹൗസിൻ്റെ പടം. അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതൊന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു അരുവിയാണ്, മലമുകളിൽ നിന്ന് വരുന്നതാണ്.
അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ അപ്പയോട് പറയുമായിരുന്നു നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള തോട് പോലെ ഉണ്ടെന്ന്. ആ തോടിൻ്റെ ഒരു ചെറിയ വെർഷൻ പോലെ ഫീൽ ചെയ്തു എന്ന്. ശരിക്കും അങ്ങനെ തന്നെ തോന്നി. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. നല്ല എനിക്ക് ഇറങ്ങണം എന്നൊക്കെ തോന്നി. പക്ഷെ സൈഡിൽ കൂടെ ചെളിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ നടക്കാൻ പോയി. കുറേ മുകളിലേക്ക് കയറി കേട്ടോ. കുറേ മുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ പേടിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ചീവീടിൻ്റെ ഒച്ചയും ആ ഒച്ച ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് വല്ല മൃഗങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ഓൾറെഡി കരടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ അധികം പോയില്ല. പിന്നെ ബൈക്കേഴ്സൊക്കെ ഒരുപാട് പോകുന്ന കണ്ടു കേട്ടോ. കപ്പിൾസ് ബൈക്കേഴ്സ് പോകുന്നത് കണ്ടു. അപ്പം നമുക്ക് ബൈക്കൊക്കെ ഓടിക്കാൻ നല്ലൊരു ട്രെയിലായിട്ട് തോന്നി. പക്ഷേ ഞങ്ങളിതാ ഇവിടം വരെ പോയുള്ളൂ. ഇവിടുന്ന് കുറച്ചുകൂടെ മേളിലേക്ക് പോയിട്ട് നമ്മൾ തിരിച്ച് നടന്നു കേട്ടോ. കാരണം ഒരുപാട് സമയമായിരുന്നു. ഒരു 3 to 4 hours സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഏരിയ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ വാക്കിംഗ് സ്പേസ് ആണ് ഇവിടെ. നല്ലൊരു കാം ആൻഡ് ഫ്രഷ് മൈൻഡ് കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതുപോലത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഏരിയ. എത്ര ചൂടുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്തില്ല. കാരണം ഒരു ഇളം കാറ്റും ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെയൊക്കെ നടുക്കേ കൂടെ നടക്കുന്നത് കൊണ്ടാവാം ആ ഒരു ചെറിയ തണുത്ത കാറ്റുമൊക്കെ നമുക്ക് ഫീൽ ചെയ്തു, ഈവൻ ദോ വെയിലുണ്ടായിരുന്നെങ്കിലും. അപ്പോൾ ഇവിടെയും നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ പിന്നെ വേറൊരു സ്ഥലം കണ്ടെത്തി പോയതാണ്. പക്ഷേ പണ്ടൊക്കെ അതിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം അത് ഫോറസ്റ്റ് ഏരിയ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും പോകാൻ പറ്റിയില്ല. ഉള്ളിലേക്കൊക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ തെങ്ങൂപ്പ് അല്ലെങ്കിൽ തേക്കും കൂപ്പ് എന്നൊക്കെയാണോ പറയുന്നത്, അങ്ങനത്തെ ഏരിയ ഒക്കെ ഇല്ലേ, ആനയൊക്കെ പോയി തേക്കൊക്കെ വലിക്കുന്ന കൂപ്പ്, അതുപോലത്തെ ഒരു കൂപ്പാണ് കേട്ടോ ഇത്. ഇവിടെ ആന വരില്ലെങ്കിലും പൈൻ കൂപ്പെന്നാണ് പൈൻ്റെ കൂപ്പാണ് കേട്ടോ ഇത് എന്നാണ് അപ്പ പറഞ്ഞത്. ഇവിടെ നിന്നാണ് പൈൻ തടികളൊക്കെ വെട്ടി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വീട്ടിലെ പണിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള മരങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വെട്ടി അവർ പോളിഷ് ചെയ്തൊക്കെ അയക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫാക്ടറി തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടിരുന്നു വരുന്ന വഴിക്ക്. ഈ ഒരു ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇവിടെ നമുക്ക് ബോട്ട് ഉണ്ടെങ്കിൽ ബോട്ട് ഇറക്കാവുന്ന ഒരു സ്പേസാണ്. പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് തോന്നി കേട്ടോ. ഇതൊരു ബോട്ട് ഇറക്കുന്ന സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല ഡീപ്പ് വാട്ടർ ആയിരുന്നു, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര സേഫ്റ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയൂ. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളുടെ 1 day ജാസ്പർ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. ഞങ്ങൾ ഇന്നലെ ജാസ്പർ എൻജോയ് ചെയ്തു, ഇന്നിപ്പോൾ ദാ ഹിൻഡണും എൻജോയ് ചെയ്തു. ഇത് 3:30 നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye. Bye. Bye.